നമസ്കാരം. തമിഴ്നാട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെ തന്നെ നമുക്ക് കടന്നു ചെല്ലാം. ദക്ഷിണേന്ത്യയിലെ വൈൻ സിറ്റി അഥവാ വൈൻ വില്ലേജ് എന്നറിയപ്പെടുന്ന കാർഷിക ഗ്രാമമാണ് തമിഴ്നാട് തേനി ജില്ലയിലെ കമ്പം തേനി. പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ കേരളത്തോടടുത്ത് കിടക്കുന്ന കാർഷിക പ്രദേശമാണ് കമ്പവും തേനിയും. തമിഴ്നാടിൻ്റെ നല്ല റോഡുകളിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത്. കമ്പം എന്ന പ്രദേശം പണ്ട് രാജാവ് ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അന്ന് രാജാവിനൊരു ദർശനം കിട്ടി, പെരുമാളിൻ്റെ ദർശനം. ശിവനും വിഷ്ണുവും ഒരു സ്ഥലത്ത് ഒരു കല്ലിന് കീഴിൽ വിഗ്രഹം കിടക്കുന്നു. അങ്ങനെ കിട്ടിയ ആ വിഗ്രഹം കുംഭം എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ രാജാവിൻ്റെ സ്വപ്ന ദർശനത്തിൽ അത് ലഭിക്കുകയും കുംഭം എന്ന പേര് പിന്നീട് ലോപിച്ച് കമ്പം എന്നായി മാറുകയും ചെയ്തു. അവിടെ നമുക്ക് ബ്രഹ്മാവിനെയും ആരാധിക്കാൻ സാധിക്കും. ഒരു വലിയ ക്ഷേത്രമുണ്ട് അവിടെ. ഈ യാത്രയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ യാത്ര നമ്മൾ തേനിയിലേക്കാണ് പോകുന്നത്. നല്ല റോഡുകളാണെങ്കിൽ കൂടി ചൂടിൻ്റെ കാഠിന്യം അസഹനീയമാണ്. ഏകദേശം 30-35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില. എന്നിരുന്നാലും കാർഷിക മേഖലകളെല്ലാം ഇവിടെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. നമ്മുടെ കേരളം പണ്ട് പഴശ്ശിരാമൻ മഴ എറിഞ്ഞ് കടൽ വറ്റിയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പക്ഷേ തമാശ രൂപേണ പറയുകയാണെങ്കിൽ അത് തമിഴ്നാടാണോ ഉണ്ടായത് എന്ന് സംശയമുണ്ട്. കാരണം ഇവിടുത്തെ ബോർവെല്ലുകളിലെല്ലാം ഉപ്പ് രസമാണുള്ളത്. പണ്ട് നമ്മുടെ നാടുകളിലേക്ക് ഏറെയും ജോലി അന്വേഷിച്ച് വന്നിരുന്നത് തമിഴ്നാട്ടിലുള്ളവരായിരുന്നു. എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ കാർഷിക മേഖല സജീവമാവുകയും തമിഴ്നാട്ടിലുള്ളവരെല്ലാം സ്വയം തൊഴിലിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കമ്പത്തിനെ അറിയപ്പെടുന്നത് ഗ്രേപ്പ് സിറ്റി എന്നാണ്. അതായത് മുന്തിരി ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. അതാണ് കമ്പം. കമ്പം മാത്രമല്ല, തേനി ഭാഗത്തോട്ടും ഒരുപാട് കൃഷികളുണ്ട്. കമ്പത്തേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന കൃഷിയാണ് സൂര്യകാന്തി കൃഷി. സൂര്യകാന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യകാന്തി ഒരു വാർഷിക സസ്യമാണ്. ഇവയുടെ പൂവിൻ്റെ തണ്ട് 3 മീറ്റർ ഉയരത്തിൽ വരെ വളരാറുണ്ട്. 30 സെൻറ്റിമീറ്റർ വരെ വ്യാസത്തിൽ കാണപ്പെടുന്ന പൂവിൽ വലിയ വിത്തുകൾ നമുക്ക് കാണാം. അമേരിക്കയാണ് സൂര്യകാന്തിയുടെ ജന്മദേശം. ആസ്റ്ററാസിയ എന്ന കുടുംബത്തിൽപ്പെട്ട സസ്യമാണ് സൂര്യകാന്തി. ഹേലിയാന്തസ് ആനൂസ് എന്നാണ് സൂര്യകാന്തിയുടെ ശാസ്ത്രീയ നാമം. സൂര്യകാന്തി പാചക എണ്ണ വളരെ പ്രചാരം നേടിയിരുന്നു. നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പേപ്പർ നിർമ്മാണത്തിനും കാലിത്തീറ്റ മിശ്രിതമായും സൂര്യകാന്തി ഉപയോഗിച്ചിരുന്നു. സൂര്യകാന്തി ചെടിയുടെ ഔഷധ മൂല്യമുള്ള ഭാഗങ്ങളാണ് വേര്, വിത്ത് എന്നിവ. കൂടാതെ തന്നെ വിത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണയും. ഭക്ഷ്യ എണ്ണയുടെ ഉൽപ്പാദനത്തിനും പിന്നെ വാണിജ്യ ആവശ്യത്തിനും വേണ്ടി വളർത്തുന്ന സസ്യമാണ് സൂര്യകാന്തി. ഇവയുടെ വിത്ത് ഉപ്പ് ചേർത്തോ ചേർക്കാതെയോ കടകളിൽ ലഭ്യമാണ്. ഇലയും പൂവും കായുമെല്ലാം ഉപയോഗപ്പെടുത്താവുന്ന ഒരു സസ്യമാണ് സൂര്യകാന്തി. സൂര്യകാന്തി മുള പൊട്ടി വരുന്ന സമയത്ത് മൈക്രോ ഗ്രെയിൻസായി ഉപയോഗിക്കാം. ഇവയിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി എന്നിവ അടങ്ങിയിരിക്കുന്നു. സൂര്യകാന്തിയുടെ വിവിധ ഇനങ്ങളാണ് റഷ്യൻ ജയന്റ്, ടെഡ്ഡി ബിയർ, ജയന്റ് സൺഗോൾഡ്, കോട്ടൺ മിക്സ്, ഇറ്റാലിയൻ വൈറ്റ്, മോണോ സീരീസ് എന്നിവയാണ് വ്യത്യസ്ത ഇനങ്ങൾ. നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേനലിലും പൂത്തു നിൽക്കുന്ന ഈ സൂര്യകാന്തി ചെടികളെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. സൂര്യകാന്തി കൃഷിയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം ശർക്കര നിർമ്മാണശാലയിലേക്കാണ് അടുത്തതായി നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന കൃഷിയാണ് കരിമ്പ്. കരിമ്പിൽ നിന്നും ചാറു പിഴിഞ്ഞ് ശർക്കര ഉണ്ടാക്കുന്ന ഒരു നാട്ടുവ്യവസായവും പ്രസ്തുത തൊഴിൽ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തെയും നമുക്കിവിടെ കാണാം. மாநிலங்களின் சட்டப்பேரவைகளுக்கும் ஒரே நேரத்தில் தேர்தல் நடத்துவது குறித்து ஆராய்வதற்காக அமைக்கப்பட்ட குழுவின் கூட்டம் இன்று புதுதில்லியில் நடைபெற்றது. என் பேர் வெள்ளிங்கிரி. நாங்கள் உடுமலைப்பேட்டை ஏரியா. இங்கே வந்து எங்கள் பிழப்புக்காக இங்கே வந்து தொழில் பண்ணிகிட்ருக்கேன். எங்கள் தொழில் வந்து கிரஷர் ஓட்டுறது. ஏன்னா அதாவது வெள்ளம் தயாரித்து விவசாயிகளுக்கு வெள்ளத்தை எடுத்து கொடுக்குறது. அந்த வெள்ளத்தை கொண்டு போய் அவங்க ஹோல்சேல் மார்க்கெட்டில் சேல் பண்ணிக்கிறாங்க. அதை எப்படி எடுக்கிறதுங்கிற ப்ரொசீஜரை நான் சொல்ல போகிறேன். ஃபஸ்ட்டு வந்து கரும்பு எடுத்துகிட்டு வந்து போட்டுருவாங்க. கரும்பு வெட்டி போடவும் கிரஷரில் கொடுத்து நாங்கள் ஆட்டுவோம் கரும்பு.
ஆட்டி அந்த பாலை கொண்டு வந்து இந்த டம்மில் வந்து ஸ்டோரேஜ் பண்ணிடுவோம். ஸ்டோரேஜ் எவ்வளோ வேணும்னா 700 லிட்டர் ஸ்டோரேஜ் ஆகும். அந்த ஸ்டோரேஜ் ஆன பிறகு அதை வந்து இந்த கேட் திறந்து இந்த கொப்பரையில் விட்டுருவோம். கொப்பரையில் விட்ட பிறகு அதை காய்ச்சும் ஒரு 15 நிமிஷம் 50 மினிட்ஸ்க்கு பாயில் பண்ண பிறகு அது வந்து டஸ்ட்டாக வரும். அந்த டஸ்ட்டை வந்து சோடா ஹைட்ரஸ் இந்த ரெண்டு மட்டும் லைட்டை போட்டு அந்த டஸ்ட்டில் எடுத்துடுறது. எடுத்து அந்த பாலை வந்து தோக்கி ஊற்றினோம்னா இதுலேருந்து டஸ்ட்டாக வந்துடும். அதை டஸ்ட்டை கழிச்சிடுது. அதுக்கு பிறகு 1 ஹவர் இது நல்லா பாயில் பண்ண பிறகு அது நல்லா பாயில் ஆகி அப்படி வெளில வர்ற பருவத்துக்கு வந்து உரியிடும். உருவோ அந்த லேசாக எண்ணெய் ஊற்றணும். எண்ணெய் ஊற்றின பிறகு அது அதோட தன்மைக்கு வரும். அது தன்மைக்கு வந்த பிறகு இதை அதாவது கேட் வால் போட்டுருக்குல்ல ஆல்ரெடி ஓப்பன் பண்ணி தொட்டிக்கு விட்டுருது. கொப்பரையில் தொட்டியில் ஒன்று இறக்கிறது. தொட்டியில் இறக்கவும் அதில் பிறகு கொஞ்சம் ஹைட்ரஸ் சோடா கலக்கி பொடி போட்டு கலக்கி அதே ஆற வைக்கணும். நல்லா ஆற்றி ஆற வச்ச பிறகு அதை சைடில் ஏற்றி அந்த கோல்டை அதாவது ஹீட்டை வந்து டவுன் பண்ண பிறகு கையில் பிடிமானம் வர்ற வரையும் அதை உணர்த்தணும். உணர்த்தி அதை பிறகு ஒன்று சேர்த்து அதுக்கு பிறகு நாங்கள் உருண்டையாக பிடிச்சி சம்சேரியிட்ட கொடுத்துருவோம். തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങൾക്ക് ഭംഗിയേകുന്ന സൂര്യകാന്തി കൃഷിയുടെയും കരിമ്പിൻ തോട്ടങ്ങളുടെയും ചെറുകിട നാട്ടു വ്യവസായങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം കമ്പം പ്രദേശത്തെ വൈൻ സിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ കാരണമായ മുന്തിരിത്തോട്ടങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ അടുത്തതായി നീങ്ങിയത്. പോകുന്ന വഴിയിൽ പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകി ഗ്രാമപ്രദേശങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടത്. ഗ്രാമപ്രദേശങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടുത്തെ പുൽമേടുകളെ പുലുകി നടക്കുന്ന ആട്ടിൻകൂട്ടങ്ങളും ഒരുപാട് അനുഭവ കഥകൾ ഉള്ളിൽ നിറച്ചു നടക്കുന്ന ആട്ടിടയന്മാരും. என் பேர் குணா. நாங்கள் ஆடு மேய்ச்சிட்ருக்கேன். நான் 5 இயர்ஸ் மேய்ச்சிட்ருக்கேன். கொரோனா பேட்ச்லேருந்து மேய்ச்சிட்ருக்கேன். நான் காலேஜ் ஃபைனல் இயர் படிக்கிறேன். பிகாம்.CA டிகிரி. இதோட பெனிஃபிட்ஸ் வரும். 3 months ஒரு பிஸ்னஸ். 3 monthsக்கு ஒரு பிஸ்னஸ்ஸு. அது மாதம் கிடையாது. 3 months ஒரு பிஸ்னஸ். ஓகே, எவ்வளோ கிடைக்கும் இந்த வேலை? 2K 3 months. 3 months 2K. വൈൻ സിറ്റി അഥവാ തേനി ജില്ലയിലെ കമ്പം. ചുറ്റിലും മലനിരകളാൽ ആവരണം ചെയ്ത പ്രദേശത്ത് തിങ്ങി നിൽക്കുന്ന മുന്തിരി കൃഷിയുടെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് അവസാനമായി ഞങ്ങൾ ചെന്നെത്തിയത്. സമയം ഏകദേശം 5-5:30ക്കാണ് മുന്തിരി തോട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. പച്ചയും പഴുത്തതും ചെറുതും വലുതുമായ വിവിധ പാകനിലയിലെത്തിയ മുന്തിരിക്കൊലകൾ തോട്ടത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നമുക്ക് കാണാം. വ്യത്യസ്ത വാണിജ്യാവശ്യങ്ങൾക്കും വൈൻ നിർമ്മാണത്തിനുമായാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്ന മുന്തിരികൾ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഫ്രഷ് മുന്തിരി ജ്യൂസും മുന്തിരി പഴങ്ങളും നമുക്ക് ഇവിടെ നിന്നും വാങ്ങാൻ സാധിക്കും. തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയിൽ നിന്നും തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു.